കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്ത് പറഞ്ഞേ, ഇത് നിന്റെ വിടുതലിൻ്റെ ദിവസമാണ്. ഒന്ന് പറഞ്ഞേ ഇത് നിന്റെ വിടുതലിൻ്റെ ദിവസമാ. അത് പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാസനെ കുടുംബത്തെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. കഴിഞ്ഞ രാത്രി ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ആലോചനയുടെ ഒരു ഭാഗം നിങ്ങളുടെ മുൻപിൽ സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകലായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. വേഗത്തിൽ ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. തീത്തോസ് 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. തീത്തോസ് 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. തീത്തോസ് ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചേ. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. അതിൻ്റെ 1-ാം വാക്യം മുതൽ ജസ്റ്റ് ഇത് നമ്മുടെ ചിന്താ വിഷയമല്ല, പക്ഷെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ചേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെ കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. മുമ്പേ നാമും എല്ലാവരും ശ്രദ്ധിക്കണം, മുമ്പേ നാമും. അപ്പോ ഈ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന്, അവൻ മുൻപേ ഉള്ള ഒരു ജീവിതം, മനസ്സിലായോ? എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ആകുന്നതിന് മുൻപേ ഉള്ള ഒരു ജീവിതവും ക്രിസ്തുവിനായ ശേഷമുള്ള ഒരു ജീവിതവും. അല്ലേ? ശരിയല്ലേ? നമ്മൾ ദൈവകൃപയിൽ വരുന്നതിന് മുൻപെയുള്ള ഒരു ജീവിതവും അതിന് ശേഷമുള്ള, അല്ലേ? വായിച്ചേ. മുമ്പേ നാമും. അപ്പൊ മുമ്പേ നമ്മൾ ആരായിരുന്നു? പറയാൻ മടിയില്ലെങ്കിലൊന്ന് പറഞ്ഞേ. മുമ്പേ നമ്മൾ ആരായിരുന്നു? ബുദ്ധി കേട്ടവരും. ഈ നമ്മളെ മക്കളെ വഴക്ക് പറയുന്നത്. മുമ്പേ നമ്മൾ ആരായിരുന്നു? ബുദ്ധി കേട്ടവരും. അടുത്ത, അനുസരണമില്ലാത്തവരും. നമ്മളെ കുറിച്ചാ പറയുന്നേ. നമ്മൾ ആരായിരുന്നു? വഴി തെറ്റി. എങ്ങനെ? എൻ്റെ പോക്കൊന്നും ശരിയല്ലായിരുന്നു, അല്ലേ? വഴി തെറ്റി നടക്കുന്നവരും. അടുത്ത, നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും. ഞാൻ ജസ്റ്റ് വായിച്ച് വിടുക, എൻ്റെ ദൂതിലോട്ട് പെട്ടെന്ന് വരാം. എന്തൊക്കെയാണ്? അധീനരും. ഈ നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും. അടുത്ത, ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും. അപ്പൊ ഈ പരിപാടികളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഓരോ ദിവസം കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നേ. കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം എന്ത് ചെയ്യുന്നു? ഇവരെ എല്ലാവരും ദോഷിക്കും, ഇവരെല്ലാവരും ദോഷിക്കും. അടുത്ത്, അന്യോന്യം എന്ത് ചെയ്യും? എനിക്ക് പാസ്റ്ററെ കണ്ടുകൂടാ, പാസ്റ്റർ എന്നെ കണ്ടുകൂടാ. ആ ഒരു രീതിയായിരുന്നു. എപ്പോ? മുമ്പേ ആയിരുന്നുവല്ലോ. എന്നാൽ മുമ്പ് അങ്ങനെ ആയിരുന്നു. എന്നാൽ അടുത്ത, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോ അവൻ നാം ചെയ്ത
നമ്മുടെ നീതി തന്റെ കരുണ പ്രകാരം. അടുത്ത വാക്യം, നാം കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും. അടുത്ത വാക്യം, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ മുമ്പേ ഉള്ള ജീവിതം, നമ്മുടെ മുമ്പേ ഉള്ള മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്ന് ഈ ലേഖനകർത്താവ് വിളിച്ചു പറയുകയാണ്. ആമേൻ. എങ്ങനെയാണ് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായേ? എങ്ങനെയാ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായേ? നമ്മൾ പറയും പള്ളിയിൽ പോയതിനു ശേഷമാണ്, നമ്മൾ പറയും അഭിഷേകം പ്രാപിച്ച ശേഷം, നമ്മൾ പറയും ആമേൻ സ്തോത്രം ആരാധിക്കാൻ പോയതിനു ശേഷം, നമ്മൾ പറയും സ്നാനപ്പെട്ട ശേഷമാണ്, നമ്മൾ പറയും പല കാരണങ്ങൾ നമ്മൾ പറയും. എന്നാൽ ഈ വായിച്ച ഭാഗത്തിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന് വീണ്ടും ജനനവും, രണ്ട് പരിശുദ്ധാത്മാവിനാൽ. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ പ്രവർത്തികളാലല്ല, നമ്മുടെ നീതി പ്രവർത്തികളാലല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, പകരം ആമേൻ വീണ്ടും ജനനത്താലും. എങ്ങനെ? കൃപയാലുള്ള വീണ്ടും ജനനത്താലും, രണ്ട് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്ന ഒരു നവീകരണത്താൽ. ഒരു സ്വത്രം പറഞ്ഞേ. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ കാണുന്ന. ഒന്ന് വീണ്ടും ജനനം, ഒന്ന് വീണ്ടും ജനനം, രണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം. ഞാൻ ആ വാക്യം വേണേൽ ഒന്നുകൂടെ വായിക്കാം. 3:7 ഒന്നുകൂടെ വായിച്ചേ. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കുകയാണ്. നമ്മുടെ രക്ഷിതാവായ അപ്പൊ നമ്മുടെ രക്ഷിതാവാരാ? ഉറക്കെ ആ പേര് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. യേശു ക്രിസ്തു. ഇന്ന് പകൽ ഇരിപ്പിടത്തിലിരുന്ന് ഉറക്കെ പറയാൻ പറ്റിയ ഏക പേരിതാ. ഉറക്കെ പറഞ്ഞേ. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ. എന്ന് വെച്ചാൽ ഇന്ന് പകൽ അവൻ നിങ്ങളോട് പറയാൻ, ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിത. നീ മുമ്പ് എങ്ങനെയായിരുന്നു? നീ മുമ്പ് ആരായിരുന്നു? നീ മുമ്പ് ഏതവസ്ഥയിലായിരുന്നു എന്നതല്ല ഇന്ന് പകൽ വിഷയം. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകരുന്ന തന്റെ ആത്മാവാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകൽ ഒരു നവീകരണം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സ്വഭാവത്തിൽ ഇന്ന് പകൽ സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, പാസ്റ്ററെ എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവുമില്ല, എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതൽ കാണാൻ കഴിയുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റമില്ല. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് തരുന്ന ദൂതിതാണ്, പരിശുദ്ധാത്മാവിനാൽ ചില നവീകരണങ്ങൾ, ചില മാറ്റങ്ങൾ, ചിലത് പുതുക്കി വരുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ, ഒരു റിന്യൂവിംഗ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ രണ്ടാമത്തെ ഞായറാഴ്ച ഈ മാസത്തിൽ ദൈവം തരുന്ന ദൂതിതാണ്, പരിശുദ്ധാത്മാവ് എവിടെ ചലിക്കുന്നു, പരിശുദ്ധാത്മാവ് എവിടെ വ്യാപരിക്കുന്നു, പരിശുദ്ധാത്മാവ് എവിടെ ഉണ്ട്, അവിടെ ചില ഒരു പുതുക്കം പ്രാപിക്കും അനുഭവങ്ങൾ, ചില നവീകരണങ്ങൾ ഇന്ന് പകൽ സംഭവിക്കാൻ പോകുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്.
ചിലത് പുതുക്കി വരുന്ന അനുഭവം. മുമ്പ് ആയിരുന്ന അവസ്ഥ നമ്മൾ മേളിൽ വായിച്ചു. മുമ്പ് കേട്ടത് അവസ്ഥകൾ നമുക്കറിയാം, മുമ്പായിരുന്ന അവസ്ഥകൾ നമുക്കറിയാം. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് ചലിക്കുമ്പോൾ ഞാൻ പറയുന്നത് സ്വഭാവത്തിൽ മാത്രമല്ല, ഞാൻ പറയുന്നത് സകല മേഖലയിലും എവിടെയൊക്കെ പരിശുദ്ധാത്മാവ് വലിച്ചലിക്കുന്നു അവിടെല്ലാം ചില നവീകരണങ്ങൾ, ചില പുതുക്കിയ അനുഭവങ്ങൾ, ഞാൻ അതിനെ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു. ചില പുതിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുകയാണ്. ഇന്നലകളിൽ കേട്ടറിവ് പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ മേൽ ധാരാളമായി പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ ഈ പ്രസംഗം കേൾക്കാൻ, സാധാ പ്രസംഗം കേൾക്കാൻ ഇരിക്കുന്ന പോലെ ഇരുന്ന് പറ്റത്തില്ല. ആത്മനിറവോടെ കേട്ടാലേ ഇതിന് വിടുവെന്ന് കേട്ടെടുക്കാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എവിടെ ചലിക്കുന്നു അവിടെ ചില പുതിയ കാര്യങ്ങൾ, ചില നവീകരണങ്ങൾ, പുതുതാക്കപ്പെടുന്ന അനുഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് പഠിച്ചാൽ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലാണ് ഈ വാക്യം നമ്മൾ കാണുന്നത്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് പരിശുദ്ധാത്മാവിനാൽ ഒരു റിന്യൂവിങ് നടക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം എന്ന് വെച്ചാൽ? നിന്റെ പഴയ അവസ്ഥ നമ്മൾ ഈ റിന്യൂ ചെയ്യുക, റിന്യൂവിങ്, ഈ വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ പാസ്പോർട്ട് എക്സ്പയറി ആകുമ്പോഴാണ് നമ്മൾ പറയുന്ന റിന്യൂ ചെയ്യാൻ സമയമായി. നമ്മുടെ ലൈസൻസ് എക്സ്പയറി ആകുമ്പോൾ നിങ്ങൾ വിടുന്നില്ലല്ലോ. എക്സ്പയറി ആയി പോയ നിന്റെ വിടുതൽ, എക്സ്പയറി ആയി പോയ നിന്റെ വിശ്വാസം, എക്സ്പയറി ആയി പോയ നിന്റെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ ഇന്ന് പകൽ അവസാനിച്ചെന്ന് പറഞ്ഞ് നീ കരുതി വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് പകൽ ആത്മാവിന്റെ ചലനം വെളിപ്പെടുമ്പോ ധാരാളമായി പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ യേശു ക്രിസ്തു മൂലം നിന്റെ ജീവിതത്തിന്റെ മേൽ ചലിക്കുമ്പോൾ ദൈവം പറയുന്നു, ഞാനതിനെ റിന്യൂ ചെയ്യാൻ പോവുകയാണ്. എക്സ്പയർ ആയി പോയ ഏതോ ചില കാര്യങ്ങൾ ഇനി അതിൽ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് നീ വിട്ടുകളഞ്ഞ ഏതൊക്കെ വിഷയങ്ങളുടെ മേൽ ആത്മാവ് ചലിക്കുമ്പോൾ അതിന്റെ മേൽ പുതുതാക്കപ്പെടുന്ന അനുഭവം, നവീകരിക്കപ്പെടുന്ന അനുഭവം ഇന്ന് വരെ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു ഭയങ്കര റിന്യൂവിംഗ് നിന്റെ വീട്ടിനകത്ത് ഈ പകൽ സംഭവിക്കുന്നത്. സ്തോത്രം. നമ്മുടെ വീട്ടിലെ ആഹാര സാധനം, ഫോർ എക്സാമ്പിൾ ഒരു ബ്രെഡ് മേടിച്ചെന്ന് വിചാരിക്കുക. സ്തോത്രം പറഞ്ഞേ. ഒരു ബ്രെഡ് മേടിച്ചെന്ന് വിചാരിക്കുക. ആ ബ്രെഡിന് എന്തുണ്ട്? എക്സ്പയറി ഡേറ്റ്, യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടാകും. സ്തോത്രം. ആമേൻ. ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യും? അയ്യോ, 10-35 അല്ലെങ്കിൽ 50 രൂപ കൊടുത്ത് മേടിച്ച സാധനം എങ്ങനാ കളയുന്നേ എന്ന് പറഞ്ഞെടുത്ത് കഴിക്കുമോ? കഴിച്ച വിവരം അറിയും. ഹല്ലേലൂയ. അന്ന് രാത്രി ഹോസ്പിറ്റലിലാകും. എന്താ സംഭവം എന്നറിയോ? ഫുഡ് പോയിസൺ അടിക്കും. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. അവിടെ കയറിയിട്ട് ദൈവവചനം ദുർവിനിയോഗം ചെയ്തിട്ട് കാര്യമില്ല. എന്താ? ദോഷകരമായി എന്ത് ഭക്ഷിച്ചാലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്. അവിടെ നമ്മൾ പറയും ദോഷകരമായി എന്ത് ഭക്ഷിച്ചാലും ഒരു കാര്യം വരത്തില്ലെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബ്രെഡ് എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞ് കഴിച്ചാൽ അന്ന് രാത്രി ആശുപത്രിയിലാവും, നിന്റെ വയറിളകും. മനസ്സിലായോ? നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനമാണേലും ഡേറ്റ് കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമാണ്. അതിനെ നമ്മൾ വലിച്ചെറിയും. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, വലിച്ചെറിയപ്പെടേണ്ട പല കാര്യങ്ങളും, ഉപയോഗശൂന്യമായി പോയ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ ചിലതൊക്കെ ഇന്ന് പകൽ റിന്യൂവിങ് ആകുന്നത് പോലെ, നവീകരിക്കപ്പെടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇനിയും നിനക്കതിനെ യൂസ് ചെയ്യാം.
ഇനിയും നിനക്കതിനെ ഉപയോഗിക്കാം എന്ന് പറയത്തക്ക രീതിയിൽ ആരോ പറഞ്ഞു ഇവനിനി കൊള്ളത്തില്ല, ഇവനിനി പ്രസംഗിക്കാൻ കൊള്ളത്തില്ല, ഇവനിനി ശുശ്രൂഷയ്ക്ക് കൊള്ളത്തില്ല, ഇവനിനി ഒന്നിനും കൊള്ളത്തില്ല, ഇവൻ ദൈവവേലയ്ക്ക് കൊള്ളത്തില്ല, ഇവൻ ദൈവത്തിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കളഞ്ഞവരുടെ മുമ്പിൽ ഇന്ന് പകൽ ആത്മാവ് നിന്റെ മേൽ ചലിക്കുമ്പോ നീ വീണ്ടും അത് ഏറ്റെടുക്കുന്നവർ കരങ്ങളടിച്ച് ശക്തിയോടെ നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവിടെ മുമ്പിൽ, നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവിടെ മുമ്പിൽ, നീ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞവിടെ മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ പരിവർത്തനം നടക്കുമ്പോ, ആത്മാവിന്റെ ചലനം നടക്കുമ്പോ ദൈവം പറയുന്നു എക്സ്പയറി ഡേറ്റ് ആയതിനെ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ ആത്മാവ് ചലിക്കുന്നു, ചിലരുടെ മേൽ ആത്മാവ് ചലിക്കുന്നു. വിശ്വസിക്കുന്നു, ഏറ്റെടുക്ക്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആരെയും നോക്കി പറയുന്നു, നിന്റെ മിനിസ്ട്രി തീർന്നിട്ടില്ല, നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിന്റെ കുടുംബം തീർന്നിട്ടില്ല, നിന്റെ ഫ്യൂച്ചർ അവസാനിച്ചിട്ടില്ല. ചില ഭവനങ്ങൾ എത്ര അധ്വാനിച്ചാലും പണി തീരത്തില്ല, പൂർത്തീകരണം കാണാൻ കഴിയില്ല, സ്തോത്രം, റെനോവേഷൻ നടക്കത്തില്ല. എന്നാൽ ഇന്നു പകൽ അതിൻ്റെ പിന്നിലൊരു പ്രതികൂലമാണ്, അതിൻ്റെ പിന്നിലൊരു പോരാട്ടമാണ്. പക്ഷെ ഇന്ന് പകൽ എനിക്കറിയത്തില്ല, നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് ഉപയോഗശൂന്യമായിരിക്കുന്ന ചിലതിൻ്റെ മേൽ ആത്മാവ് ചലിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഒരിക്കലും പൂർത്തീകരണം കാണാൻ കഴിയാത്ത ഏതൊക്കെയോ ചില കാര്യങ്ങൾ, ഏതൊക്കെയോ ചില വിഷയങ്ങൾ, ഏതൊക്കെയോ ചില പ്രോഡക്റ്റുകളിൽ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ ചില ഭവനത്തിന്റെ പണികൾ എനിക്കറിയത്തില്ല, എന്റെ ഉള്ളത്തിൽ അങ്ങനെ ആത്മാ പറയുന്നു, യേശുവിൻ നാമത്തിൽ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ആരുടെ മേലൊക്കെയോ ഇന്ന് പകൽ നിന്റെ ഭവനത്തിന്റെ പണികൾ ഈ ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുമ്പോ യേശുവിൻ നാമത്തിൽ എക്സ്പയറി ആയി പോയി ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങളിൽ ആത്മാവിന്റെ ചലനം ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവ്. Mighty Lord, in the name of Jesus. Amen. ധാരാളമായി പകരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരുടെ മേലൊക്കെയോ ധാരാളമായി ഒരു കരങ്ങളെ ഉയർത്തിയൊന്ന് ഹല്ലേലൂയ പറഞ്ഞു. ഇന്ന് പകൽ ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവ് ഈ പകൽ ചലിക്കുമ്പോൾ തന്നെ, ആമേൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്പയറി ആയി എന്ന് പറഞ്ഞു മാറ്റിവെച്ചത്, എക്സ്പയറി ആയി എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞത്, ഇന്ന് പകൽ എൻ്റെ കർത്താവിൻ്റെ ഫേവർ നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ അത് വീണ്ടും റീയൂസ്ഡ് ചെയ്യത്തക്ക രീതിയിൽ സങ്കീർത്തനങ്ങൾ 51 അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നതൊന്ന് പെട്ടെന്ന് വായിച്ചേ. സങ്കീർത്തനങ്ങൾ 51 10, 11, 12 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഇന്ന് പകൽ ഒറ്റ വാക്യം ഞാൻ വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവില്ലാതെ നിന്റെ ലൈഫ് വട്ടപൂജ്യമാണ്. പരിശുദ്ധാത്മാവില്ലാതെ നിന്റെ ലൈഫിൽ ഒരു ഹാപ്പിനെസ്സും അനുഭവിക്കാൻ കഴിയില്ല.
എത്ര പേർക്ക് മനസ്സിലാവുന്നു? സ്തോത്രം. നീ എത്ര പാടുന്നെങ്കിലും, നീ എത്ര പ്രാർത്ഥിക്കുന്നെങ്കിലും, എത്ര പള്ളിയിൽ പോകുന്നെങ്കിലും, എത്ര ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിൻ്റെ ആ അളവറ്റ അനുഭവം നിന്റെ ജീവിതത്തിൽ ആ ഒരു ചലനമില്ലെങ്കിൽ, എന്ന് വെച്ചാൽ ആത്മാവുമായിട്ടുള്ളൊരു ബന്ധം നിന്റെ ലൈഫിൽ ഇല്ലെങ്കിൽ നിനക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, രക്ഷയുടെ സന്തോഷം. ഹലോ, രക്ഷിക്കപ്പെട്ട നാളിൽ നീ അനുഭവിച്ചൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഇന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് ദൈവാത്മാവുമായിട്ട് എന്തില്ല. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പാട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷെ സന്തോഷമില്ല. കാര്യം എന്തെന്നറിയോ? പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. അമ്മേ, ഇന്ന് പകൽ കാമേൻ പാട്ടുപാടി ആരാധിക്കുമ്പോ വെറുതെ കയ്യടിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. എന്നോ പ്രാപിച്ച അന്യഭാഷ പറയുന്നതല്ല പരിശുദ്ധാത്മാവ്. ബഹളമുണ്ടാക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. രണ്ട് ചാട്ടം ചാടുന്നതല്ല പരിശുദ്ധാത്മാവ്. എന്തേലും അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? സംതിങ് ന്യൂ, പുതിയതെന്തേലും അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ആ അഭിഷേകം പുതുകി വരുന്നുണ്ടോ? ഹലോ, 1990 പ്രാപിച്ച അഭിഷേകം ഉണ്ടല്ലോ, അതിന്നും പുതുകി വരുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച അനുഭവിച്ചതിനേക്കാളുള്ള അധികമായിട്ടൊരു സന്തോഷം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. ഇല്ല എന്നാണെങ്കിൽ നഷ്ടപ്പെട്ടു, ആത്മാവിനെ നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ ദാവീദിനെ പോലെ എത്ര പേർക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കും? നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ. ഈ പ്രസംഗം ഇഷ്ടപ്പെടുന്നില്ലേ? ഈ പ്രസംഗം ഇഷ്ടപ്പെടുന്നില്ലേ? ഇന്ന് പകല് ആമേൻ, രക്ഷയുടെ സന്തോഷം ഇന്നും അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവില്ല, നിന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവില്ല. ഇന്ന് പകൽ മുട്ടുമടക്കിക്കോ. എത്ര ആരാധിച്ചിട്ട് ഉള്ളിൽ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവില്ല. ഉടനെ മുട്ടുമടക്കിക്കോ, ഉടനെ ഉപവസിക്കാൻ തുടങ്ങിക്കോ. ഞാൻ ഇന്ന് പകൽ പറയുന്നു, ഹല്ലേലൂയ, ഈ യഥാർത്ഥ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ 1901 പ്രാപിച്ച അഭിഷേകത്തിന്റെ സന്തോഷത്തിലായിരിക്കില്ല 2025 മാർച്ചിൽ നീ ജീവിക്കുന്നേ. ഈ സന്തോഷം നിന്റെ ഉള്ളിൽ പുതുകി വരും. ഹലോ, ഈ സന്തോഷം നിന്റെ ഉള്ളിൽ പുതുകി വരും. ആമേൻ. പഴയ തീഷ്ണതയായിരിക്കില്ല നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ. പഴയ തീഷ്ണതയായിരിക്കില്ല, ഒരു ഭയങ്കര തീഷ്ണത. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പുതുകി വരുന്ന ഒരു അനുഭവം. യേശുവിൻ നാമത്തിൽ ഞാൻ ആവർത്തിച്ച് ആത്മനിറവിൽ പറയുന്നു, നിന്റെ ലൈഫിൽ പരിശുദ്ധാത്മാവിന് ഒരു വലിയ പങ്ക് കൊടുക്ക്. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് ഒരു വലിയ സ്ഥാനം കൊടുക്ക്, അതിന് മുൻതൂക്കം കൊടുക്ക്. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ, നിന്റെ ലൈഫിൽ, നിന്റെ വീട്ടിനകത്ത്, നീ ജോലി ചെയ്യുന്നിടത്ത്, നീ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ആത്മാവിന്റെ പരിവർത്തനം. ഈ ലോകത്തിലെ ഒന്നിനും, ഒരു വ്യക്തിക്കും, ഒരു പ്രശ്നത്തിനും, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനും, ഒരു പ്രതികൂലങ്ങൾക്കും നിന്റെ അകത്തെ സന്തോഷത്തെ കെടുത്താൻ കഴിയില്ല. കാരണം മറ്റ് പ്രതികൂലങ്ങളെല്ലാം, മറ്റ് വിഷയങ്ങളെല്ലാം എല്ലാം പുറത്തുള്ളതാ, എല്ലാ ജഡത്തിലുള്ളതാ. എന്നാൽ ഈ ജഡത്തെ പോലും ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ പുതുക്കി വരട്ടെ, പുതുക്കി വരട്ടെ, പുതുക്കി വരട്ടെ. ഓ, സ്ഥിരമായൊരു ആത്മാവ് എൻ്റെ ഉള്ളിൽ പുതുക്കി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ ഞാൻ വീണ്ടും എന്നോട് ചോദിക്കാൻ പറയുന്നു, രക്ഷയുടെ സന്തോഷം ഇന്ന് നീ അനുഭവിക്കുന്നുണ്ടോ?
ഹലോ, രക്ഷിക്കപ്പെട്ട നാളിൽ അനുഭവിച്ച സന്തോഷം ഇന്നും അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ സാഹചര്യങ്ങൾ മാറിയേക്കാം കേട്ടോ. നമ്മുടെ വിഷയങ്ങൾ പലതും മാറിയേക്കാം. ഇന്നുള്ള പ്രശ്നമായിരിക്കില്ല നാളെ വരുന്നേ. പലതും പുതിയത് പലതും വന്നേക്കാം. പക്ഷേ നമ്മുടെ അകത്ത് പകർന്ന പരിശുദ്ധാത്മാവിന് മാത്രം ഒരു മാറ്റം വരില്ലേ? ആമേൻ. അതിന്റെ അളവിന് മാത്രം ഒരു മാറ്റം വരരുത്. കേൾക്കുന്നവർ ആ കരങ്ങൾ അടിച്ചെന്ന കർത്താവിന് മഹത്വം കൊടുത്തേ. ആ ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ഉണരട്ടെ. ആ കരം അടിച്ചെന്ന കർത്താവിന് മഹത്വം കൊടുത്തേ. ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പരിശുദ്ധാത്മാവ് വന്നാൽ ഉണ്ടാകുന്നൊരു നവീകരണം, ഒരു പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവം. വിശ്വോത്തരം പറഞ്ഞാട്ടെ. വായിച്ച ഉൽപ്പത്തി പുസ്തകം, ബൈബിൾ ആദ്യത്തെ ഒന്ന് തുറന്നേ. ബൈബിൾ ആദ്യമായിട്ടൊന്ന് തുറന്നേ. ഇങ്ങനെയെങ്കിലും ബൈബിൾ തുറക്കട്ടെ. ഫസ്റ്റ് പേജ് എടുത്തേ, വായിച്ചേ. ആദിയിൽ ദൈവം എന്ത് ചെയ്തു? ഓ, ഭയങ്കര സംഭവം അല്ലേ? ആദിയിൽ ദൈവം എന്ത് ചെയ്തു? ആകാശം ഭൂമി. അടുത്ത് അതാണ് വിഷമം ഉണ്ടാക്കുന്നത്. ഭൂമി എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ദൈവ സൃഷ്ടിക്കുന്ന ഭൂമി പാഴായുവോ? പാഴായിട്ട് ദൈവം സൃഷ്ടിക്കുവോ? സജിപുത്രേ, ദൈവം പാഴായിട്ട് എന്തിനെങ്കിലും സൃഷ്ടിക്കുമോ? ദൈവം ഒന്നിനെ പാഴായിട്ട് സൃഷ്ടിക്കത്തില്ല. എന്താ ഇത് പാഴായേ? എന്താ ഇത് പാഴായേ? കാരണം എന്താ? അടുത്ത വായിച്ചേ. ഇത് ശൂന്യമായും പാഴായും ഇരിക്കാൻ കാരണം ആഴത്തിന്മീതെ എന്തുണ്ടായിരുന്നു? ആഴത്തിന്മീതെ ഇരുൾ. ഹലോ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഈ ഇരുട്ട ഈ ഭൂമി എന്ത് ചെയ്തേ? പാഴും ശൂന്യവും ആക്കിയത്. പക്ഷേ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നപ്പോൾ, അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ. ഓ, ദൈവത്തിൻ്റെ ആത്മാവ്. എല്ലാവരും നോക്കിക്കേ. ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്തു? വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. ഭൂമി പാഴും ശൂന്യമാകാൻ കാരണം ഇരുട്ടല്ലേ? ആഴത്തിന്മേലുണ്ടായിരുന്ന ഇരുട്ടല്ലേ? എന്നാൽ ആ ഇരുട്ട് മാറാൻ ദൈവം എന്താ കൽപ്പിച്ചേ? വെളിച്ചം ഉണ്ടാകട്ടെ. എന്നാൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ അതിനു മുന്നേ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ പാഴും ശൂന്യവുമായ ഒരനുഭവം കിടപ്പുണ്ടെങ്കിൽ ആ പാഴിനും ശൂന്യതയ്ക്കും കാരണം ഒരു ഇരുട്ടിൻ്റെ ശക്തിയാണെങ്കിൽ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങണമെങ്കിൽ, അതിൻ്റെ മേൽ എൻ്റെ ദൈവം ചിലത് കൽപ്പിക്കണമെങ്കിൽ, ആ ഇരുട്ടിൻ്റെ മേൽ എൻ്റെ ദൈവം എന്തേലും പറയണമെങ്കിൽ, ആ ഇരുട്ടിൻ്റെ മേൽ എൻ്റെ ദൈവം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൻ്റെ
ആത്മാവിന്റെ ഒരു പരിവർത്തനം നടക്കണം. ഹലോ, ഇന്ന് പകൽ ആത്മാവിന്റെ പരിവർത്തനം നടന്നാൽ കാര്യങ്ങൾ മാറാൻ പോകുകയാണ്. ആത്മാവിന്റെ പരിവർത്തനം നടന്നാൽ ധാരാളമായി പകരുന്ന, ധാരാളമായി നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഇന്ന് പകൽ ഉണ്ടായാൽ നിന്റെ ഇന്നത്തെ അവസ്ഥ മാറാൻ എന്റെ ദൈവത്തിന്റെ ശബ്ദം ഈ പകൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് പകൽ അങ്ങനാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, എൻ്റെ ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച എന്നെയും നിന്നെയും പാഴും ശൂന്യമാക്കി തീർക്കാൻ ഏതൊക്കെയോ ഇരുട്ടിന്റെ ശക്തികൾ ഈ നാളുകളിൽ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ജീവിതത്തിന് വിരോധമായി വ്യാപരിക്കുമ്പോൾ ഇന്ന് പകൽ ആ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വരാൻ, ആ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വരാൻ ആത്മാവിന്റെ ഒരു ഭയങ്കര പരിവർത്തനം. വിശ്വസിക്കുന്നവരെ കരങ്ങൾ അടിച്ച് ഒന്ന് സ്വീകരിച്ച് ആ പരിവർത്തനത്തെ സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ. എന്താ ഇവിടെ നടന്ന പ്രക്രിയ? തീത്തോസിന്റെ ലേഖനത്തിൽ വായിച്ച അതേ കാര്യമാണ് നടക്കുന്നേ. പുതുതാക്കപ്പെട്ടു. മനസ്സിലായോ? കാരണങ്ങൾ പലതുണ്ടാകാം, അത് നമ്മുടെ വിഷയമല്ല. എക്സ്പയറായി പോയ ഭൂമിയെ എൻ്റെ ദൈവം തൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനത്തിലൂടെ ഇതിനെ വീണ്ടും റീയൂസ് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റുകൾ എൻ്റെ ദൈവം എക്സ്പാൻഡ് ചെയ്തു. ഇന്ന് പകൽ ആരോടോ ഞാൻ പറയുന്നു, ഇനി ഉപയോഗമില്ലെന്ന് പറഞ്ഞ ചിലതിനെ എൻ്റെ ദൈവം ഇത് ഉപയോഗിക്കാൻ പോകുകയാണ്. ആത്മാവിൻ്റെ ഒരു ഭയങ്കര പരിവർത്തനം. ഇതിൻ്റെ മറ്റൊരു പഠനം ഇങ്ങനെ പറയുന്നേ, നമ്മളെവിടെയോ കേട്ട ഫാമൻ വായിച്ചൊരു ഭാഗമാണ്. ഇതിൻ്റെ മറ്റൊരു പഠനം ഇങ്ങനെയാണ്: ഒരു പ്രാവ് അല്ലെങ്കിൽ ഒരു പക്ഷി ഇങ്ങനെ ചിറകടിച്ച് പറക്കുന്നത് പോലുള്ള ഒരു പ്രക്രിയയാണ് വെള്ളത്തിൻ്റെ മീതെ നടന്നതെന്ന ഒരു പഠനം പറയുന്നത്. അത് ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല, ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല. പക്ഷെ ഇതിന് ഒരു കാര്യം പറയാം, ആത്മാവിൻ്റെ പരിവർത്തനം നമ്മുടെ മേൽ സംഭവിച്ചാൽ ഒരു കാര്യം ഉറപ്പ്, ഇന്ന് പകൽ നവീകരണം സംഭവിക്കും, ഒരു റിന്യൂവിംഗ് നടക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരു പുതുതാക്കപ്പെടുന്ന ഒരു സംഭവം നടക്കും. യോവേൽ 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകർന്നു കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നത് എന്താ? നിങ്ങളുടെ പുത്രന്മാർ എഞ്ചിനീയേഴ്സ് ആവുമെന്നാണോ? നിങ്ങളുടെ പുത്രിമാർ ഡോക്ടേഴ്സ് ആവുമെന്നാണോ? നീ എഞ്ചിനീയറോ ഡോക്ടറോ ആരോ ആയിക്കോ, പക്ഷെ നീ പ്രവാചകയായ ഡോക്ടറാവും, നീ പ്രവാചകനായ ഡോക്ടറാകും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ശമൂവേലിൻ്റെ കാലത്ത് ശമൂവേല് മാത്രമായിരുന്നു, അല്ലേ? മോശയുടെ കാലത്ത് മോശ മാത്രമായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഭയങ്കര ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ കൊതിച്ചു പോയി, ഇങ്ങനെ 2-3 പേര് ഒരുമിച്ച് പ്രവചിക്കുന്നത് കാണാൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ. എൻ്റെ ആത്മാവിന് ഞാൻ എന്ത് ചെയ്യും? ആ പകരുമ്പോൾ എന്താ സംഭവിക്കുന്നേ? നിങ്ങളുടെ പുത്രിമാർ ഇന്നലെ വരെ MDMA അല്ലേ, അടുത്ത് ഒറ്റ വാക്കി പറയാൻ ലഹരി അല്ലേ, എൻ്റെ ആത്മാവിനെ പകരുമ്പോൾ ഈ പകരുന്നതിന് മുമ്പ്
ഈ തലമുറ മുഴുവൻ എവിടെയായിരുന്നു? MDMA-യുടെയും ലഹരിയുടെയും കഞ്ചാവിൻ്റെയും ഒക്കെ പുറകെ ആയിരുന്നു. ഇന്ന് കേരളക്കര മുഴുവൻ കേൾക്കുന്ന ഏറ്റവും കൂടിയ വാക്കിത. പക്ഷെ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവം തന്റെ ആത്മാവിനെ ഈ ദിവസങ്ങളിൽ തലമുറകളുമായി പകർന്നാൽ എത്ര പേർ ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് എങ്കിലും, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കേരളക്കരയിലേക്ക് ഈ ആത്മാവ് വ്യാപരിക്കട്ടെ. 2:28 ഈ കേരള സംസ്ഥാനത്തിനോട് ആരും ആമേൻ പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? യേശുവിന്റെ നാമത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നേരെ തിരിച്ചു പറയട്ടെ. അവർ അന്യഭാഷ പറയുന്നത്, അവർ ആത്മനിലവിൽ ആരാധിക്കുന്നത്, അങ്ങനത്തെ ഒരു ജനറേഷൻ നിൽക്കട്ടെ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും, അടുത്ത് നിങ്ങളുടെ വൃദ്ധന്മാർ അപ്പച്ചന്മാര് എന്ത് ചെയ്യും? അയ്യോ മക്കളെ, ഞാൻ പോവാടാ, ഇന്ന് പോടാ, നാളെ പോടാ, ഞാൻ കുഴിയിലോട്ട് കാല് നീട്ടി ഇരിക്കുവാടാ എന്നൊക്കെയല്ല. ഇവരെന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് സ്വപ്നങ്ങൾ പറയും. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ആർക്ക് വേണ്ടേ ഇത്? ആർക്ക് വേണ്ടേ? രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ എന്ത് ചെയ്യട്ടെ? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഹല്ലേലൂയ. നമ്മൾ ശുശ്രൂഷയ്ക്കൊക്കെ പോകാൻ വേണ്ടി വണ്ടി എടുത്തുകൊണ്ട് വെളി ഇറങ്ങുമ്പം അപ്പച്ചന്മാർ പിടിച്ചിരുന്നു, പാസ്റ്റേ ഇങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടു കേട്ടോ, അല്ലേ? മലയങ്കീഴ് പഞ്ചായത്തിലെ അപ്പച്ചന്മാരൊക്കെ പറയട്ടെ. പുത്രന്മാർ പുത്രിമാരൊക്കെ പ്രവചിക്കട്ടെ. അടുത്ത വായിച്ചേ. നിങ്ങളുടെ യൗവനക്കാർ, നിങ്ങളുടെ യൗവനക്കാർ, ഞാൻ ആഗ്രഹിക്കുകയാണ് മലയങ്കീഴ് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് ഒരു ജോലിയില്ലാതാകട്ടെ. സ്തോത്രം. അഭിഷേകം ചലിച്ചാൽ, പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, ഹല്ലേലൂയ, കാര്യങ്ങൾ തിരിയും. ഞാനൊരു വിശ്വാസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നിങ്ങളൊരു ആമേനെങ്കിലും പറയേ. ഇത് പോരാ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. അടുത്ത ദാസന്മാരുടെ മേലും. അല്ലേ? എങ്ങോട്ട് തിരിഞ്ഞാൽ അവരാ. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ മേൽ കൂടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു സ്വത്രം പറഞ്ഞേ. അടുത്ത് വായിച്ചേ. 19 നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. യോവൽ 2:19 മുതൽ 27 വരെ വായിച്ചു നോക്കണം. ഇതാണ് പഴയ അവസ്ഥ, അല്ലേ? ഈ ആത്മാവ് പകരപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ കളപ്പുരകൾ നിറയും, നിന്റെ പാണ്ഡികശാലകൾ നിറയും. നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ചിലതൊക്കെ മടക്കിത്തരും. എപ്പോഴാ ഇത് സംഭവിക്കുന്നേ? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകർന്നു. യെശയ്യാവ് 43:19 ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, അതിപ്പോൾ പതിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും പക്ഷികളും എന്നെ ബഹുമാനിക്കും. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് ഞാൻ പോവാ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥരെന്ന പരിശുദ്ധാത്മാവിനെ
പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ. എത്രവർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, ധാരാളമായി നൽകുന്ന, ധാരാളമായി പകരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ചലിച്ചാൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എവിടൊക്കെ വരുന്നോ, പരിശുദ്ധാത്മാവ് ആരിലൊക്കെ ചലിക്കുന്നോ, പരിശുദ്ധാത്മാവ് ഏത് ദേശത്തൊക്കെ വരുന്നോ, അവിടെ എല്ലാം ഒരു നവീകരണം സംഭവിക്കും, ഒരു പുതുതാക്കപ്പെടുന്ന അനുഭവം സംഭവിക്കും. ഇപ്പോൾ ഇതാ പുതിയത്. യെശയ്യാ പ്രവചിച്ചതുപോലെ ഇപ്പോൾ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ചിലത് ചെയ്യാൻ പോവുകയാണ്, പുതിയ ചിലത് നടക്കാൻ പോവുകയാണ്. പഴയത് വിട്ടേക്ക്, പഴയത് മറന്നേക്ക്, ഇന്നലെ വരെ സംഭവിച്ച കാര്യങ്ങൾ മറന്നേക്ക്. ഇതാ പുതിയത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പരിശുദ്ധമ ആരുടെയൊക്കെ വിളിച്ചു പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇന്നലെ വരെയുള്ള ചരിത്രം മാറുകയാണ്. നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറുകയാണ്. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറുകയാണ്. നിന്റെ തലമുറയുടെ ചരിത്രം മാറുകയാണ്. ദേശത്തിന്റെ ചരിത്രം മാറുകയാണ്. ഇതാ ഞാൻ പുതിയതെന്ന് ചെയ്യുന്നു. എല്ലാ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഒരു നവീകരണം സംഭവിക്കട്ടെ. പുതിയത് ചിലത് നടക്കട്ടെ, പുതിയത് ചിലത് സംഭവിക്കട്ടെ, പുതിയത് ചിലത് സംഭവിക്കട്ടെ, പുതിയത് ചിലത് സംഭവിക്കട്ടെ.